ഇനി കാണാൻ വന്ന കുടുംബശ്രീ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ ഫുൾ വേണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സത്യഭാമയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഉപേന്ദ്രൻ ചിറ്റപ്പൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ റിവ്യൂ കാണാൻ അനുമതി ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനെ ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ കമൻസ് ഷെയർ ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ കാണിക്കുന്ന കാര്യം എല്ലാവരും കൈവിട്ട് അവസാനം സ്വന്തം മോനായ വിഷ്ണു പോലും വരുത്തി വെച്ച തെറ്റുകൾക്കെല്ലാം അമ്മ സ്വന്തമായി തന്നെ പരിഹാരം കണ്ടെത്തിയാൽ മതി എന്ന് പറഞ്ഞ് സത്യഭാമയെ വിട്ടിട്ട് വിഷ്ണുവിൻ്റെ പാട്ടിന് പോയിരിക്കുകയാണ്. സത്യഭാമയ്ക്ക് ലാസ്റ്റ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയിൽ ഇനി എന്താ ഒരു പോം വഴി, ആരെ വിളിച്ചിട്ടും ഫോണിൽ രോഹിത്ത് വന്നതുപോലെ രോഹിത്ത് അതിനേക്കാളും വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ച് രാഘവേട്ടനെ പോലും തള്ളി പറഞ്ഞിട്ട് രോഹിത്തും പോയി. ഇനി ഒറ്റയ്ക്ക് നിൽക്കുന്ന സത്യഭാമയ്ക്ക് ഈ കെണിയിൽ തന്നെ കുടുക്കിയ ഉപേന്ദ്രൻ തന്നെയാണ് ആശ്രയം എന്നുള്ളതുകൊണ്ട് നേരെ ഉപേന്ദ്രനെ കാണാൻ വേണ്ടി പോവാണ്. ആളുടെ പത്രാസും ജമിത്തരൊക്കെ അല്പം കുറഞ്ഞെന്നല്ല നല്ല പോലെ അങ്ങ് പതിഞ്ഞു തന്നെ പറയാം. ആളിപ്പോൾ ഒരു ഓട്ടോയിലാണ് സഞ്ചരിച്ചത്. നേരെ ഉപേന്ദ്രൻ തടിമില്ലിലേക്ക് പോകുന്നത്. അവിടെ തടിമില്ലി ഈ സത്യഭാമ വന്നെത്തുന്നതിന് മുന്നേ ഉപേന്ദ്രൻ ഭയങ്കര ഇരിക്കുന്നത് അവിടുത്തെ ആ പണിക്കാരി പണ്ട് വിഷ്ണുവായിട്ടൊക്കെ ഏറ്റുമുട്ടാൻ വന്ന ഗുണ്ടകളും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്. ആണ് ഈ ഉപേന്ദ്രൻ്റെ അടിയാളുകളെ ഉപേന്ദ്രൻ പറയുന്നതായിട്ട് പഞ്ചപുച്ഛം അടക്കി ഉപേന്ദ്രനെ കൂടെ നിൽക്കുന്നത്. അപ്പം മര്യാദയ്ക്ക് പണി എടുത്തിട്ട് പോയാൽ നിനക്കൊക്കെ കൊള്ളാം, അല്ലെങ്കിൽ ഇതിന് താല്പര്യമാണെങ്കിൽ ഇവിടെ നിർത്തിയിട്ട് പോയിക്കോണം, എന്നെ ആരും തട്ടേ കെട്ടി എഴുതാനൊന്നും നോക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഉപേന്ദ്രൻ അവരോട് കടന്ന് ഭയങ്കര ഷൗട്ട് ചെയ്ത് അവരൊക്കെ അവരുടെ കാര്യം നോക്കി പണിക്ക് പോകുമ്പോഴാണ് ഒരു ഓട്ടോ എന്ന ഉപേന്ദ്രൻ ശ്രദ്ധിക്കുന്നത്. ഇത് ആരാക്കി നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് ഉപേന്ദ്രൻ്റെ ഇഷ്ട നായിക സത്യഭാമ തന്നെയാണ് കേട്ടോ ഇറങ്ങി വരുന്നത്. അപ്പോൾ സത്യഭാമ ഇറങ്ങി വന്ന് കാണുമ്പോൾ തന്നെ ഉപേന്ദ്രൻ്റെ മനസ്സിനങ്ങ് ലഡു പൊട്ടിയ സന്തോഷത്തെ ഉപേന്ദ്രൻ നിൽക്കുമ്പം സത്യഭാമ എന്താണ് കാടായ കാടുകളൊക്കെ അലഞ്ഞു തിരിഞ്ഞ് വരുന്ന അത്ര ക്ഷീണത്തിനകത്താണ് ഓട്ടോയിൽ വന്നിറങ്ങിയിട്ട് പോലും സത്യഭാമ വരുന്നത്. അത് മനസ്സിന് തളർച്ചയായിരിക്കും സത്യഭാമയുടെ മുഖത്ത് കാണുന്നത്. അപ്പോൾ നേരെ ഉപേന്ദ്രൻ കാണുമ്പോൾ ഉപേന്ദ്ര ഞാൻ വന്ന എന്തിനാണ് നിനക്ക് അറിയാമല്ലോ. അപ്പോൾ ഉപേന്ദ്രനെ ആണെങ്കിൽ സത്യഭാമ അടുത്ത് വന്നിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്ന ആൾ. അപ്പോൾ ഉപേന്ദ്രൻ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ചോദിക്കണം എന്ന് കാത്തിരിക്കുമ്പം നമ്മൾ സത്യം പറയുന്നത് ഉപേന്ദ്രൻ ഞാൻ വന്ന കാര്യം എന്താ നിനക്കറിയാമല്ലോ, അതിനാണ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അയ്യോ ഏട്ടത്തി എനിക്ക് അറിഞ്ഞൂടെ കാര്യങ്ങളൊക്കെ, എനിക്കറിയാം ബിസിനസ്സിൽ ചെറിയൊരു വീഴ്ച സംഭവിച്ചു, അത് ഞാൻ വിചാരിച്ചാൽ തിരുത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോഴത്തേക്കും സത്യം പറയൂ ഉപേന്ദ്രൻ എങ്ങനെയെങ്കിലും ഈ കാര്യം നീ ഒന്ന് തിരുത്തണം, നിൻ്റെ ഏട്ടനെ എന്നെ നീ ദ്രോഹിക്കല്ലേ, ഞങ്ങളോട് ഇങ്ങനത്തെ ഒരു ചതിയല്ല. അയ്യോ ഏട്ടത്തി എന്താ ഈ പറയുന്നത്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഏട്ടത്തെ അമ്മയ്ക്കും ഏട്ടൻ്റെ നല്ലത് മാത്രം വരുത്തണമെന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന കൂട്ടത്തില്ല. എൻ്റെ ഏട്ടൻ എനിക്ക് രാമനെ പോലെയും ഞാൻ ഏട്ടൻ്റെ ലക്ഷ്മണനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സത്യഭാമയ്ക്ക് അത് കേട്ട് നിങ്ങൾ ഫ്ലാറ്റായി കേട്ടോ. കാരണം ആരെങ്കിലും തെറ്റിദ്ധാരണയ്ക്കകത്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പാടെ വിശ്വസിക്കും. സത്യസന്ധമാണെന്നുള്ള കാര്യം അടിച്ചാണായിട്ട് പറഞ്ഞാലും അതിനോട് മുഖം തിരിക്കുന്ന സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പം അതിനകത്ത് ഈ ഉപേന്ദ്രൻ പറയുന്നത് വിശ്വസിച്ച് കേട്ടോ കഴിയുമ്പോൾ ഉപേന്ദ്രൻ പറയുന്നുണ്ട് ഏട്ടത്തെ പേടിക്കണ്ട, ഇത് ഞാൻ വിചാരിച്ചാൽ ഈ പ്രശ്നമൊക്കെ ദാന്ന് എനിക്ക് പരിഹരിക്കാന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും അങ്ങനെ നീ ചെയ്യുമെന്ന് നിനക്ക് പുണ്യം കിട്ടും ഉപേന്ദ്രൻ പറയുമ്പം ഈ സത്യമായിട്ട് പറയാം എനിക്ക് പുണ്യമൊന്നും വേണ്ട എടുത്ത് ജീവിച്ചിരിക്കുമ്പം കിട്ടുന്ന ലാഭം മാത്രമേ ഉപേന്ദ്രൻ നോക്കാവുള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ട ഒരു കാര്യമുണ്ട്, അത് കിട്ടാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറയുമ്പം സത്യഭാമ വളരെ പ്രതീക്ഷയോടെ നോക്കും എന്തായിരിക്കും ഇവൻ പകരം ചോദിക്കുന്നത്. ഉപേന്ദ്രൻ ചോദിക്കുന്നത് മറ്റൊന്നുമില്ല, നീ എൻ്റെ ഏട്ടനെ വിട്ടിട്ട് എൻ്റെ കൂടെ വരണം, എൻ്റെ ഭാര്യയെ ജീവിക്കാൻ വേണ്ടി വരണം. സത്യഭാമയ്ക്ക് ഒരു അപ്പാടെ ഷോക്കാണ്. അപ്പോഴത്തേക്കും സത്യഭാമയുടെ ആ നെറ്റിയിലെ കുങ്കുമൊക്കെ വീർത്തങ്ങ് മായുന്ന പോലെ കാണിക്കുന്നത്. അപ്പോൾ സത്യഭാമയുടെ റിയാക്ഷൻ എന്തായിരിക്കും നമുക്ക് അറിയാൻ നിൽക്കുമ്പോഴേ സത്യഭാമ കറക്റ്റ് റിയാക്ഷൻ കൊടുത്തിരിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല, ഉപേന്ദ്രനെ ചെവിക്കലിന് കൊടുക്കേണ്ട ഒരെണ്ണം കൊടുത്താണ് ഉത്തരം കൊടുത്തത്. എടാ നീ എവിടുത്തെ ലക്ഷ്മണാടാ, മനഃപൂർവ്വം പക വീട്ടാൻ തന്നെ വന്നത്, പിന്നെ അല്ലാണ്ട് ഞാൻ നിന്നോട് മനഃപൂർവ്വം പക വീട്ടാനല്ലാതെ ഇതേ എൻ്റെ ഇന്നലെ തുടങ്ങി പകയല്ല, എനിക്ക് നിന്നെ ഇഷ്ടമെന്ന് അറിഞ്ഞിട്ടും നീ എൻ്റെ ഇഷ്ടത്തിന് ഒരു ലെവലേഷൻ പോലും മൈൻഡ് ചെയ്യാതെ എൻ്റെ ഏട്ടനെ കല്യാണം കഴിച്ചു, അങ്ങേരോ നിന്നെ എനിക്ക് വിട്ടു തന്നതില്ല. ആ ഇഷ്ടം ഞാൻ ഇന്ന് മനസ്സിൽ അതുപോലെ കൊണ്ട് നടന്ന് നിന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി തന്നെ കളിച്ച് കളിയാ ആഗ്രഹിച്ചെന്ന് നേടിയെഴുതാൻ സ്വഭാവം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ നീയൊക്കെ പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ പഠിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സത്യമായിട്ട് മുന്നേ ആൾ കളിക്കുമ്പോൾ എടാ ആ മോഹം നിനക്ക് ഒരു കാലത്ത് നടക്കുന്നത്, നിനക്ക് ഇതിനൊക്കെ ഉള്ള ഉത്തരമുള്ളൂ, ആ തരാനുള്ളവൻ ശരിക്കും നിനക്ക് തന്നോളൂ എന്ന് പറയുമ്പോഴത്തേക്കും വിഷ്ണു ഇങ്ങനെ ഒരു ജീപ്പ് വരുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടേക്ക് എത്തുന്നില്ല, വിഷ്ണു ഇങ്ങനെ റോഡിൽ കൂടെയാണ് ജീപ്പിലേക്ക് പോകുന്നത്. ഭയങ്കര എന്താ തീവ്രമായൊരു ചിന്തയായിട്ട് തന്നെ വിഷ്ണു ഡ്രൈവ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ സത്യം പറയുന്നത് നിൻ്റെ മനസ്സ് ഇത്ര ചീപ്പായെന്നോടാ, നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും കരുതില്ല, എന്ത് ദുഷ്ടനാണ് നീ, നിൻ്റെ ഏട്ടൻ രാമനാന്ന് ഞാൻ പറഞ്ഞു സത്യം, പക്ഷേ നീ ഒരിക്കലും ലക്ഷ്മണ ആണെങ്കിൽ സീതാദേവിയെ അമ്മയെ പോലെ പോയിട്ട് നിനക്ക് അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയത്തില്ല. അവിടുന്ന് അവനെ അടിച്ച് തള്ളിയിട്ട് നേരെ സത്യഭാമ നിൻ്റെ ഒരു സഹായം നീ ഇങ്ങോട്ടേക്ക് വിളിച്ച് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ പോലും നിൻ്റെ സഹായം എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും അതേ ഒരു ഭാഷയുടെ തന്നെ തിരിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ കാണിക്കുന്ന കാര്യം സ്കൂളാണ്. അപ്പോൾ സ്കൂളിൽ സത്യമോളാണ് കാണിക്കുന്നത്. സത്യമോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുവാണ്, ഒരു ബെഞ്ചിനകത്ത് ഇരിക്കുവാണ്. അപ്പോൾ ഇരുന്ന് ഈ ലഞ്ച് ബ്രേക്കിനൊക്കെ സമയത്തുകൊണ്ട് ചുറ്റും ആരുമില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന കാര്യം വിഷ്ണുവിനെ കുറിച്ച് തന്നെയാണ്. കാരണം ബിഗ് ഫ്രണ്ടിന് എന്താ അന്നത്തെ ദിവസം എന്നോട് ഇത്രമാത്രം സ്നേഹം, ബിഗ് ഫ്രണ്ട് എനിക്ക് എന്തോ ഒരു ഉമ്മയൊക്കെ തന്നെ, ഇതൊക്കെ എന്തുകൊണ്ടാണ് എനിക്കൊന്നും മനസ്സിലാവുന്നല്ലോ എന്ന് ആദ്യം അത് ചിന്തിക്കുന്നു. പിന്നെ
ഈ പറയുന്ന വിഷ്ണു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഫാദേഴ്സ് ഡേക്ക് ആ ഓടിയ ഓട്ടം ഉണ്ടല്ലോ അത് ചിന്തിക്കുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി എല്ലാ സമയത്തും തോന്നുന്നു ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ വീണ്ടും കാണാനാണ് വളരെയധികം മോഹം തോന്നുന്നത്. എൻ്റെ അച്ഛൻ എനിക്ക് തൻ്റെ സ്നേഹമൊക്കെ എനിക്ക് കിട്ടിയ പോലെ തോന്നുന്നു. എൻ്റെ അച്ഛന് അടുത്തുള്ള പോലെ അന്നേരം എനിക്ക് തോന്നുന്നു. അതെന്താണെന്ന് മനസ്സിലാവും. സത്യം മോൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കുമ്പോഴാണ് നമ്മുടെ പപ്പി മോളുടെ എൻട്രി. അപ്പോൾ പപ്പി മോൾ ചോദിക്കുക എന്തോ സത്യം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സത്യം മോൾ പറയുന്നത് അത് ഞാൻ ആലോചിക്കുമോ എൻ്റെ വീട്ടിലെ ബിഗ് ഫ്രണ്ട് വന്നായിരുന്നു. അപ്പോൾ നമ്മുടെ പപ്പി മോൾ പറയുന്നത് നീ എന്തിനാണ് ബിഗ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്? വിഷ്ണു അച്ഛൻ ഞാൻ വിളിക്കുന്ന പോലെ വിളിച്ചാൽ പോരെ. അത് ഞാൻ വിളിച്ച് ശീലിച്ചല്ലേ പപ്പി. അതുകൊണ്ടെന്നൊക്കെ അവർ പരസ്പരം പറഞ്ഞ് വിഷ്ണുവിനെ കുറിച്ച് തൻ്റെ മനസ്സിലുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അച്ഛനെ കാണാൻ എനിക്ക് തോന്നുന്നു, എൻ്റെ അച്ഛനോട് എനിക്ക് സംസാരിക്കാൻ തോന്നുന്നത് നമ്മുടെ സത്യം മോൾ ആ ഒരു ആഗ്രഹം പറയുമ്പോൾ നമ്മുടെ പപ്പി മോൾ പറയും ഇന്ന് സത്യം ഉറപ്പായിട്ട് സത്യയുടെ അച്ഛൻ വിളിക്കും. അപ്പോൾ നമ്മുടെ സത്യം മോൾ വിളിക്കുന്നുണ്ട് അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ്? സത്യമോൾ ആഗ്രഹിച്ച സത്യമോളുടെ അച്ഛൻ ഇന്ന് തന്നെ വിളിച്ചിരിക്കും ഉറപ്പ് തന്നെ. പപ്പിമോൾ മനസ്സിൽ നിൽക്കുമോ? പപ്പിമോൾ മനസ്സിൽ ചിന്തിക്കുവാണ് സത്യമോളോട് എങ്ങനെ എനിക്ക് സത്യമൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ചേച്ചിയമ്മയ്ക്ക് വാക്ക് കൊടുത്താൽ ചേച്ചിയും പറയാതെ ഈ സത്യങ്ങളൊന്നും സത്യം അറിയിപ്പിക്കത്തില്ലെന്ന്. വിഷ്ണു അച്ഛൻ സ്വന്തം അച്ഛനായതുകൊണ്ട് നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്, അതുകൊണ്ട് നിനക്ക് സ്വന്തം അച്ഛൻ്റെ സ്നേഹം തന്നെ അടുത്ത് നിൽക്കുന്നതായി തോന്നുന്നതൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. സത്യയുടെ സങ്കടം കാണും, പക്ഷേ എനിക്കും പറയാൻ പറ്റുമോ. തൽക്കാലം നിന്നെ ആശ്വസിപ്പിക്കാൻ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. എന്തായാലും സ്കൂൾ വിട്ടാൽ തന്നെ സത്യം ഉടൻ തന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പപ്പിമോൾ ചിന്തിക്കുന്നത് സത്യമോളായിട്ട് എന്താണ് ആ ഒരു കാര്യം സംസാരിച്ചത്. എന്നാൽ ബാ ലഞ്ച് ബ്രേക്ക് തീരാറായി നമ്മൾ ക്ലാസ്സിൽ പോകുന്നതിന് അവർ രണ്ടുപേരും ക്ലാസ്സിൽ പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് സുസ്മിതയുടെ അടുത്ത് രോഹിത് ഇരിക്കുന്നതാണ് കളിയാം. അപ്പോൾ സുസ്മിതയുടെ വീട്ടിൽ ഇപ്പോൾ രോഹിത്തുണ്ട്. സുസ്മിത ഒറ്റയ്ക്കല്ല കേട്ടോ, നമ്മുടെ ജഗദീപുണ്ട്. ജഗദീപിൻ്റെ നല്ലൊരു പണിയാണ്, മറ്റൊന്നുമല്ല അവിയലും സാമ്പാറും വെക്കാനുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് സുസ്മിത ജോലിക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഊട്ടാനുള്ള എല്ലാ കാര്യം വെക്കാനാണ് ജഗദീപ് അവിടെ നിന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ജഗദീപ് നോക്കുവാണ് ഇവർക്ക് വല്ല പണിയുണ്ട് ഇവനെ പിടിച്ചിവിടെ ഇരുത്തിരിക്കാൻ, ഇവിടെ ഞാൻ ഭർത്താവ് എന്നുള്ള കാര്യങ്ങൾ മറന്നുപോയതൊക്കെ ജഗദീപ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. സുസ്മിതയ്ക്ക് അതൊന്നും ചിന്തിക്കാൻ നേരല്ല. രോഹിത്തിനെ കൈ കിട്ടിയതല്ല, രോഹിത്തിനെ എങ്ങനെയും ബ്രെയിൻ വാഷ് ചെയ്ത് ഇതുപോലെ നിലനിർത്തി ഇതിനെ മുതലെടുത്ത് വേണം ശ്യാമയുടെ ജീവിതം അതുപോലെ ഷാനിനെ വിഷ്ണുവിനെ സത്യഭാമ എന്ന് എല്ലാവരെയും ഒരുമിച്ച് തകർക്കാൻ. എൻ്റെ കൈ കിട്ടിയ വലിയൊരു ആയുധം തന്നെ രോഹിത്, എനിക്ക് ഇവനെ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ എന്ന് അവിടെ സുസ്മിത മനസ്സിൽ രോഹിത്തിൻ്റെ തലയൊക്കെ ചൂടായിരിക്കുമല്ലേ. രോഹിത് ഞാൻ ഡ്രിങ്ക്സൊക്കെ ഒഴിച്ചാൽ പറഞ്ഞാൽ രോഹിത്ത് നന്നായിട്ട് തന്നെ ഡ്രിങ്ക്സൊക്കെ ഒഴിച്ച് അതിനകത്ത് ഐസൊക്കെ ഇട്ട് കൊടുക്കുന്നേ കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ജഗദീപ് ഓടി വന്നത് സുസ്മിത എനിക്കും കൂടെ ഒരെണ്ണം ഞാനും കൂടെ ഒരെണ്ണം കുടിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ലാസ്റ്റ് എന്താണ് ജഗദീപ് സുസ്മിതയുടെ പെർമിഷൻ ഉണ്ട് ഇല്ല എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് അതെടുത്ത് കുടിച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ അവിയലക്കറി അവിയലോ സാമ്പാർ എന്താണെങ്കിലും പെട്ടെന്നാവട്ടെ എനിക്ക് തിരിച്ച് ജോലിക്ക് പോകണല്ലോ എന്നൊക്കെ പറഞ്ഞ് നേരെ ജഗതി പോയി വീണ്ടും അരിയാനിരിക്കുമ്പോഴാണ് നമ്മൾ രോഹിത്തിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. രോഹിത്തെ ഫോൺ ബെല്ലടിക്കുന്നത് എനിക്ക് വേണ്ട, എൻ്റെ ജീവിതം നശിപ്പിച്ച് ആ ഒരു രക്തരക്ഷസ് അതിനെ വിളിക്കുന്നത്, എനിക്ക് അവളുടെ ഫോൺ എടുക്കണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സുസ്മിത കുറേ ബെല്ല് വീണ്ടും റിപ്പീറ്റ് ആകുമ്പോഴത്തേക്കും സുസ്മിത എന്താണ് ആ ഫോൺ എടുക്കാൻ തരുന്നത്. അപ്പോൾ രോഹിത്ത് അവിടെ ഇരുന്നിട്ട് ഒരു രീതിയിലും ഈ ശ്യാമയെക്കുറിച്ച് മോശമായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ജഗതി എടാ നീ ഇപ്പം പറഞ്ഞ എനിക്ക് കറക്റ്റ് ആപ്റ്റ് എന്ന് പറയുന്നത് നിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നവളാണ്, അല്ല സ്വന്തം ഭാര്യനെ ഇങ്ങനെ നീ പറയേണ്ട ആവശ്യമില്ല, നിന്നോട് ഇവളെ കാണിച്ചൊക്കെ നീ മറന്നു. ജഗദീപ് എന്താണ് രോഹിത്തിനെ കുറിച്ച് മനസ്സ് ചിന്തിക്കുമ്പം സുസ്മിത കറക്റ്റ് ഫോൺ അങ്ങ് അറ്റൻഡ് ചെയ്യുമ്പം ശ്യാമ ഭയങ്കര ടെൻഷനായി. രോഹിത് ഇത് എവിടെ അറിയാം എത്ര നേരം കൊണ്ട് വിളിക്കുന്നു, കുറേ നേരം കൊണ്ട് വിളിച്ച് രോഹിത് എന്താ ഫോൺ എടുക്കാത്തത്, രോഹിത് ഇപ്പോൾ എവിടെ പോയതാ എന്നൊക്കെ പറഞ്ഞാൽ ശ്യാമ ഭയങ്കര എന്താണ് ഒരു വൈഫ് എന്ന രീതിയിൽ ടെൻഷനകത്ത് രോഹിത്തിനോട് സംസാരിക്കുമ്പോഴത്തേക്കും തിരിച്ച് രോഹിത്തെ നരകത്തില. അപ്പോഴത്തേക്കും ഞാൻ സുസ്മിത എന്ന് പറയുമ്പോഴത്തേക്കും ശ്യാമ അങ്ങനെ ഇട്ടുവോ, കാരണം സുസ്മിത അടുത്തേക്ക് രോഹിത്ത് പോയോ. അപ്പോൾ അത്രയ്ക്ക് രോഹിത്ത് എന്താണ് അതും പതിഞ്ഞ് പോയെന്ന് ശ്യാമയ്ക്ക് തന്നെ മനസ്സിലാവും. എടി നിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാത്തതുകൊണ്ടല്ലേ അവൻ ഇവിടെ വന്നിരിക്കുന്നത്, അവന് നീ ഇവിടെ ഇങ്ങനെ സമാധാനം കൊടുക്കുന്നുണ്ട്. ശ്യാമയ്ക്ക് നേരെ ചടങ്ങ് നിന്നോട് ഞാൻ അതൊക്കെ പറയേണ്ട ആവശ്യമുണ്ട്, നീ ഫോൺ രോഹിത്തിന് കൊടുക്കുക. അപ്പോഴത്തെ രോഹിത്തിൻ്റെ ചോദിക്കുന്നുണ്ട് ഫോണിൽ നിൻ്റെ വൈഫ് ശ്യാമ നിനക്ക് അവളോട് വല്ലതും പറയണോ, എനിക്ക് അവളെ സംസാരിക്കേണ്ട അവളെ എന്നെ വിളിക്കേണ്ടെന്ന് പറഞ്ഞാൽ മതി. രോഹിത്ത് പറയുന്ന ശ്യാമ ഫോണിൽ കൂടെ കഴിയുമ്പോൾ ശ്യാമയ്ക്ക് ഭയങ്കര സങ്കടം വരും. ഞാൻ പറഞ്ഞ കേട്ടല്ലോ ഞാൻ രോഹിത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി തന്നെ നീ കൂട്ടിക്കോ, ആദ്യം രോഹിത്തിനോട് എന്തൊക്കെ പറയണോ അത് ആദ്യം എന്നോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ ഞാൻ രോഹിത്തിനോട് പറയും, അങ്ങനെ വരെ നിനക്ക് പറയാനുണ്ടെങ്കിൽ പറയാമെന്ന് പറയുമ്പോഴത്തേക്കും ശ്യാമ ഭയങ്കര തകർന്ന് നിൽക്കുന്നതും ആ ഫോൺ വെക്കുന്നതും കാണിച്ചാണ് ഈ കാണുന്ന എപ്പിസോഡിൻ്റെ എനിക്ക് തന്നെ. അപ്പോൾ ഇതാണ് ഇന്ന് കണ്ട കുടുംബശ്രീ അതിൽ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ. എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് കമൻറ്റ് കമൻറ്റ് സെക്ഷനിൽ ആരും മറക്കണ്ട. ബൈ.